എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പൂക്കാട്ടുപടിയിൽ 4.75 സെന്റിലും 4.85 സെന്റിലും 2000 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച രണ്ട് മനോഹരമായിട്ടുള്ള വീടുകൾ. ഈ വീടുകളിൽ നിന്നും ബസ് റൂട്ടിലേക്കുള്ള ദൂരം വെറും 500 മീറ്റർ മാത്രമാണ്. കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നും ചാർട്ടർ സ്കൂളിലേക്കും 1.5 കിലോമീറ്റർ, ഇൻഫോ പാർക്ക് 12 കിലോമീറ്റർ, എടപ്പള്ളി ലുലുമാൾ 14 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് 18 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഈ വീട്ടിൽ നിന്നുള്ള അകലം. KW വാട്ടർ കണക്ഷനും കിണർ വെള്ളവും ഈ വീട്ടിൽ ലഭ്യമാണ്. ഈ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും വലിയ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീടിന്റെ മതിലിൽ നിന്നും തുടങ്ങുകയാണെങ്കിൽ ഈ ഭാഗത്തായി സ്ക്വയർ ട്യൂബിന്റെ ഒരു ഡിസൈൻ നൽകിയിരിക്കുന്നു. ഇവിടെ 2-way ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. വീടിന്റെ ഈ ഭാഗത്തായിട്ടാണ് ഗേറ്റ് വരുന്നത്. സ്ലൈഡിങ്ങിലാണ് ഗേറ്റ് വരുന്നത്. ഇവിടെ GI ഷീറ്റും സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ടാണ് ഗേറ്റ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഭാഗത്തായി ഒരു ഫോൾഡിംഗ് ഗേറ്റും നൽകിയിരിക്കുന്നു. വീടിന്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തായി ഒരു ടെക്സ്ചർ വർക്ക് നൽകിയിരിക്കുന്നു. അതിന്റെ മുകളിലായി ലൂവർ ഡിസൈനും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായി ഒരു ജനൽ നൽകിയിരിക്കുന്നു. അതിന്റെ പിറകിലായി ടെക്സ്ചർ വർക്കാണ് ചെയ്തിട്ടുള്ളത്. വീടിന്റെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ടാണ് ബാൽക്കണി വരുന്നത്. ബാൽക്കണിയുടെ ഹാൻഡ് റെയിൽ നിർമ്മിച്ചിട്ടുള്ളത് സ്റ്റീലിലും ഗ്ലാസ്സിലുമാണ്. മുകളിലായി ലൂവർ ഡിസൈൻ നൽകിയിരിക്കുന്നു. ബാൽക്കണിയുടെ താഴെയായി സിറ്റ് ഔട്ടാണ് വരുന്നത്. വീടിന്റെ മുറ്റത്തേക്ക് വന്നു കഴിഞ്ഞാൽ മുറ്റത്ത് കടപ്പ കല്ലാണ് നൽകിയിരിക്കുന്നത്. നല്ല വിശാലമായിട്ടുള്ള ഒരു മുറ്റമാണ്. ഇടയിൽ സിന്തറ്റിക് ഗ്രാസും നൽകിയിരിക്കുന്നു. വീടിന്റെ ഈ ഭാഗത്തായിട്ടാണ് കാർ പോർച്ച് വരുന്നത്. കാർ പോർച്ചിൽ വലിയ SUV വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റും. വീടിന്റെ ചുറ്റും അത്യാവശ്യം നടക്കാനുള്ള സൗകര്യവും ലഭ്യമാണ്. വീടിന്റെ ഈ ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. KW വാട്ടർ കണക്ഷനും കിണർ വെള്ളവും ഈ വീട്ടിൽ ലഭ്യമാണ്. വീടിന്റെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ടിൽ 2 സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നു. സിറ്റ് ഔട്ടിൽ ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത്. ഇവിടെ ഒരു പില്ലർ നൽകിയിരിക്കുന്നു. പില്ലറിൽ ടെക്സ്ചർ വർക്കും കൊടുത്തിട്ടുണ്ട്. ഇവിടെ 3 ജനൽ നൽകിയിരിക്കുന്നു. 3 പാളിയുള്ള ജനൽ നൽകിയിട്ടുണ്ട്. ഇതാണ് ഈ വീടിന്റെ മെയിൻ ഡോർ. 2 പാളിയായിട്ടാണ് മെയിൻ ഡോർ നിർമ്മിച്ചിട്ടുള്ളത്. നല്ല മനോഹരമായിട്ടുള്ള ഒരു ഹാൻഡിലും നൽകിയിരിക്കുന്നു. മെയിൻ ഡോറിൽ നിന്ന് നേരെ വരുന്നത് ഈ കാണുന്ന വിശാലമായിട്ടുള്ള ലിവിംഗ് സ്പേസിലേക്കാണ്. പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് മെയിൻ ഡോർ നൽകിയിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നൽകിയിട്ടുള്ളത് വലിയ വെട്രിഫൈഡ് ടൈലാണ്. ഇതിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. ഇവിടെ ലൂവർ ഡിസൈൻ നൽകിയിരിക്കുന്നു. താഴെയായി സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. ലിവിംഗ് സ്പേസിൻ്റെ ഈ ഭാഗത്തുമായി 2 ജനലുകൾ നൽകിയിരിക്കുന്നു. ഇവിടെ ബോർഡർ വർക്കുകളാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു പാർട്ടീഷൻ വാൾ നമുക്ക് കാണാം. ഇവിടെ നിഷുകളും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. മുകളിലായി ലൂവർ ഡിസൈനും നല്ല ഭംഗിയുള്ള ഒരു ഫോൾ സീലിംഗ് വർക്കും നൽകിയിരിക്കുന്നു. ഡൈനിങ് സ്പേസിലേക്ക് പോകുന്ന വഴി ഇവിടെ ഒരു ആർക്കി ഡ്രൈവ് നൽകിയിരിക്കുന്നു. നല്ല വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് ആണ് ഇത്. ഈ ഭാഗത്തായി 3 വാളയുടെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഇവിടെ ലൂവർ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് ഇൻവെർട്ടർ നൽകിയിട്ടുള്ളത്. ഇൻവെർട്ടർ വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുള്ളത്. ഈ ഭാഗത്തായി സ്റ്റോറേജ് സ്പേസ് നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് ഡൈനിങ് സ്പേസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നു. ഇവിടെ വാനിറ്റി കൗണ്ടർ, ഇവിടെ വാഷ് ബേസിൻ, ഇവിടെ പില്ലർ ടാപ്പ്, ഇവിടെ വലിയൊരു മിററും നൽകിയിട്ടുണ്ട്. ഇവിടെ ലൂവർ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കിച്ചൺ നോക്കാം. ഇതാണ് കിച്ചൺ. L ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ്. കൗണ്ടർ ടോപ്പിൽ വൈറ്റ് കളറായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ബീച്ച് കളറിലുള്ള സ്റ്റോറേജ് സ്പേസും നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായി സിങ്ക് വരുന്നു. ഇവിടെ 2 കിച്ചൺ വിൻഡോയും നൽകിയിട്ടുണ്ട്. കിച്ചണിൻ്റെ പുറകുവശത്തായി ഒരു വർക്ക് ഏരിയ നമുക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാം. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇത്. ഈ ഭാഗത്തുമായി 2 ഒറ്റപ്പാളിയുള്ള ജനൽ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്ത് 3 പാളിയുള്ള ഒരു ജനലും ബോർഡർ വർക്കും നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. മൾട്ടിവുഡ് ഉപയോഗിച്ചിട്ടാണ് വാർഡ്രോബ് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ PVC ലാമിനേഷനും നൽകിയിരിക്കുന്നു. ഇവിടെ സ്ലൈഡിംഗ് വാർഡ്രോബാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ലഭ്യമാണ്. ഈ ഭാഗത്തായി ചെറിയൊരു ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നു. ഇവിടെ മിറർ, താഴെ സ്റ്റോറേജ് സ്പേസും നമുക്ക് കാണാം. ഈ ഭാഗത്തായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഗ്ലോസി ടൈലാണ് ബാത്റൂമിൽ നൽകിയിരിക്കുന്നത്. താഴെയായി മാറ്റ് ഫിനിഷുള്ള ടൈലും കൊടുത്തിരിക്കുന്നു. ഇവിടെ വാഷ് ബേസിൻ, ഇവിടെ ഒരു മിറർ, സെൻട്രൽ ഭാഗത്തായി ഷവർ, ഈ ഭാഗത്തായി ഒരു ക്ലോസറ്റും നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം.
ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇതും. ഇവിടെ 3 വാളുള്ള ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഇവിടെ 2 വാളുള്ള ഒരു ജനലും കൊടുത്തിരിക്കുന്നു. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ആ വാർഡ്രോബാണ് നൽകിയിട്ടുള്ളത്. ഈ ഭാഗത്തായി ഡ്രസ്സിംഗ് ഏരിയ നൽകിയിരിക്കുന്നു. ഇവിടെ മിറർ, താഴെ സ്റ്റോറേജ് സ്പേസുകളും നൽകിയിരിക്കുന്നു. ഇതാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ലിവിംഗ് സ്പേസിൻ്റെയും ഡൈനിങ് സ്പേസിൻ്റെയും ഇടയിലായിട്ടാണ് സ്റ്റെപ്പ് നൽകിയിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നിർമ്മിച്ചിട്ടുള്ളത് സ്ക്വയർ ട്യൂബും വുഡും ഉപയോഗിച്ചിട്ടാണ്. സ്റ്റെപ്പിൽ ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. സ്റ്റെപ്പ് കയറി നേരെ വരുന്നത് ഈ കാണുന്ന വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിരിക്കുന്നു. ഇവിടെ സർക്കിൾ ഷേപ്പിലുള്ള ഒരു ഓപ്പണിംഗ് നൽകിയിരിക്കുന്നു. അത് സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അത് കാരണം നാച്ചുറൽ ലൈറ്റ് ധാരാളം ഈ വീടിൻ്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. ഈ ഭാഗത്തായി പർഗോളകളാണ് നൽകിയിട്ടുള്ളത്. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് സ്പേസ് ആണ് ഈ വീടിന് വരുന്നത്. ഇവിടെ 3 വാളയുടെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായി ധാരാളം സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു TV യൂണിറ്റ് ആണ് നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസിൽ 2 ബെഡ്റൂമുകളുള്ളത്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂം നോക്കാം. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ആദ്യത്തെ ബെഡ്റൂം. ഇവിടെ ഒറ്റപ്പാളുള്ള 2 ജനലുകൾ നൽകിയിരുന്നു. ഇവിടെ 3 വാളുള്ള ഒരു ജനലും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായി വാർഡ്രോബ്, ഇവിടെ ഡ്രസ്സിംഗ് ഏരിയ, ഇവിടെ ഒരു മിററും സ്റ്റോറേജ് സ്പേസും നൽകിയിരിക്കുന്നു. ഇതാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് ഇതും. ഇവിടെ 2 വാളുള്ള 2 ജനലുകൾ നൽകിയിരിക്കുന്നു. ഇവിടെയും ഒരു ജനൽ നൽകിയിട്ടുണ്ട്. ഭാഗത്തായി വാർഡ്രോബ്, ഇവിടെ ഡ്രസ്സിംഗ് ഏരിയ, മിററും സ്റ്റോറേജ് സ്പേസും നൽകിയിരിക്കുന്നു. ഇതാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇതാണ് യൂട്ടിലിറ്റി സ്പേസ്. നല്ല വിശാലമായിട്ടുള്ള ഒരു യൂട്ടിലിറ്റി സ്പേസ് ആണ് ഇത്. യൂട്ടിലിറ്റി സ്പേസിൽ മാറ്റ് ഫിനിഷുള്ള ടൈലാണ് നൽകിയിരിക്കുന്നത്. ഫുള്ളി കവേർഡ് ആയിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് നൽകിയിരിക്കുന്നത്. G8 ഷീറ്റും സ്ക്വയർ ട്യൂബും ഉപയോഗിച്ചിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. ഇവിടെയായി പോളി കാർബണേറ്റ് ഷീറ്റും നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായി വാഷിംഗ് മെഷീൻ പോയിന്റ് നൽകിയിരിക്കുന്നു. ഇതാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ. ബാൽക്കണി നോക്കാം. നല്ല വിശാലമായിട്ടുള്ള ഒരു ബാൽക്കണിയാണ് ഇത്. ഹാൻഡ് റെയിൽ നിർമ്മിച്ചിട്ടുള്ളത് പ്ലെയിൻ ഗ്ലാസും സ്റ്റീലും ഉപയോഗിച്ചിട്ടാണ്. മുകളിലായി ലൂവർ ഡിസൈനും LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ പില്ലറും നൽകിയിരിക്കുന്നു. 4.75 സെന്റിലും 4.85 സെന്റിലും 2000 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച 2 വീടുകളുടെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഈ വീടുകളിൽ നിന്ന് ബസ് റോഡിലേക്കുള്ള ദൂരം വെറും 500 മീറ്റർ മാത്രമാണ്. രാജഗിരി ഹോസ്പിറ്റൽ 5 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് 18 കിലോമീറ്റർ, എടപ്പള്ളി ലുലുമാൾ 14 കിലോമീറ്റർ, ഇൻഫോ പാർക്ക് 12 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഈ വീട്ടിൽ നിന്നുള്ള അകലം. 2 വീടുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഒരെണ്ണത്തിന് 85 ലക്ഷവും ഒരെണ്ണത്തിന് 87 ലക്ഷവും. പക്ഷേ നെഗോഷ്യബിൾ ആണ്. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.